നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ തൈറോയ്ഡ് രോഗങ്ങൾ അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻസ് ഹൈപ്പോ തൈറോയിഡ്സ് ആയിട്ടും ഹൈപ്പർ തൈറോയിഡ്സ് ആയിട്ടൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഹോർമോൺസിൽ വരുന്ന വ്യതിയാനങ്ങളാണ്. T3, T4 ഹോർമോൺസും അതുപോലെ തന്നെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസിലൊക്കെ വരുന്ന വേരിയേഷൻസ് ആണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ TSH കൂടുതലായിട്ട് നിൽക്കാം. ഹൈപ്പറിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. T3, T4 കൂടുതലായിട്ടും TSH കുറവായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടിലും വരുന്ന സിംറ്റംസും നല്ല വ്യത്യാസമുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം പേഷ്യൻസിലൊക്കെ ആകുന്ന സമയത്താണ് കൂടുതലായിട്ട് അവർ വണ്ണം വയ്ക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് രണ്ടാളുകളിലും കൂടുതലായിട്ട് കാണും. അതുപോലെ തന്നെ ഈ വയറിൻ്റെ കംപ്ലയിൻറ്റ്സ്, ഇടയ്ക്കിടയ്ക്ക് ശോധന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഈ ഹൈപ്പറിലും കാണാറുണ്ട്, ഹൈപ്പോയിലും കാണാറുണ്ട്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ അവരുടെ കൊളസ്ട്രോൾ കൂടുക, ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ വെയിറ്റ് കൂടുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഹൈപ്പോ തൈറോയിഡിസം പേഷ്യൻസിലാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഒരു റീസണാണ് ചില മിനറൽസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി. ചില വൈറ്റമിൻസും മിനറൽസും ഒക്കെ കുറയുന്ന സമയത്തും ഈ തൈറോയ്ഡ് ഗ്രന്ഥികളിൽ നിന്ന് പ്രോപ്പറായിട്ട് തൈറോയ്ഡ് ഹോർമോൺസ് ഉണ്ടാക്കില്ല. അപ്പോൾ മെയിനായിട്ടും ഈ ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയിൽ തൈറോ പെറോക്സിഡേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. ഈ ഒരു എൻസൈമിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ T3, T4 ഹോർമോൺസ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു അയൺ എന്ന് പറഞ്ഞൊരു മിനറൽ ഉണ്ട്. ഈ മിനറലിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഈ ഒരു എൻസൈം ഉണ്ടാവാതിരിക്കുകയും ഈ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ അയൺ കുറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് എന്തെങ്കിലും പാരസിറ്റിക് ഇൻഫെക്ഷൻ വരുന്ന സമയത്താണ്. വയറിൽ എന്തെങ്കിലും നമുക്ക് കൃമി അല്ലെങ്കിൽ വേം ഇൻഫെസ്റ്റേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. കുട്ടികളൊക്കെ ആണെങ്കിൽ കൃമിശല്യം, വിരശല്യം എന്നൊക്കെ പറയും. അപ്പം ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അയൺ കുറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് പറയുന്ന കണ്ടീഷൻ ഹൈപ്പോ അസിഡിറ്റിയാണ്. പ്രോപ്പറായിട്ട് ആസിഡ് ഉണ്ടാവുന്നില്ല, പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ അവിടെ നടക്കാതിരിക്കുന്ന സമയത്ത് മിനറൽസിൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നു. അതിലൊരു മെയിൻ ആയിട്ടുള്ളൊരു മിനറലാണ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഈ തൈറോയ്ഡ് കംപ്ലയിൻറ്റ്സ് വരാം. പിന്നെ പറയുന്ന ഒരു കണ്ടീഷൻ സ്ത്രീകളിൽ വരുന്ന പീരീഡ്സിൻ്റെ സമയത്തൊക്കെ നല്ല ബ്ലീഡിങ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് പോലുള്ള കണ്ടീഷനിൽ നല്ല ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അയൺ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് തൈറോയ്ഡ് ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്ന മിനറൽ അയൺ ആണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഇപ്പം എഗ്ഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇലക്കറികൾ എടുക്കുകയാണെങ്കിൽ ചീര, മുരിങ്ങയുടെ ഇല, ചുവന്ന ചീര, അങ്ങനെയുള്ള ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുക. അല്ലെങ്കിൽ സ്പിനാച്ച് പോലെയുള്ള വെജീറ്റ്സൊക്കെ നിങ്ങൾ മാക്സിമം ആഡ് ചെയ്യുക. ക്യാരറ്റ്, ബീട്രൂട്ട്, റാഗി, ഇതെല്ലാം നമ്മൾ മാക്സിമം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ ഒരു മെയിനായിട്ടും ഒരു ഡെഫിഷ്യൻസി കാണിക്കുന്നത് സെലീനിയത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ നിങ്ങൾ സിങ്ക്, സെലീനിയം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ രണ്ട് മിനറലിൻ്റെ ഡെഫിഷ്യൻസി തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഡാമേജ് ഉണ്ടാക്കുകയും ഈ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും തൈറോയ്ഡ് മൂലമുള്ള അസുഖങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഡിസ്ഫങ്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലോട്ട് അയഡിൻ വേണമെന്ന് നിങ്ങൾക്കറിയാം. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഈ ഹോർമോൺസ് ഉണ്ടാവണമെങ്കിൽ അയഡിൻ വേണം. ഈ ഒരു അയഡിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയൊക്കെയുള്ള അയഡിനായി മാറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കൺവേർഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? കുറേ ഫ്രീ റാഡിക്കൽസൊക്കെ അവിടെ നിന്ന് റിലീസാവും ഇങ്ങനെ ഒരു കൺവേർഷൻ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസൊക്കെ റിലീസാവുന്ന സമയത്ത് ഇതിൽ നിന്നൊക്കെ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സെലീനിയം പോലെയുള്ള മിനറൽസ് ആണ്. അപ്പം ഇത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ കൂടുകയും മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ സെലീനിയം റിച്ച് ആയിട്ടുള്ളത് സിങ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെലീനിയം ഒക്കെ റിച്ച് ആയിട്ടുള്ളത് ഈ നട്ട്സുകളിൽ, സീഡ്സുകളിൽ, ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സുകൾ, സൺഫ്ലവർ സീഡുകൾ, അതുപോലെ തന്നെ മഷ്റൂം, ഈ നട്ട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് ബ്രസീൽ നട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ സെലീന അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഷെൽഫിഷുകളിലൊക്കെ ഇതുണ്ട്. സിങ്ക് ആയിക്കോട്ടെ, ഇതും നമ്മുടെ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ അത്യാവശ്യമാണ്. ഈ T3, T4 ഹോർമോൺസ് അതിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എന്തുണ്ടാവില്ല, ഈ വേരിയേഷൻസ് കാണിക്കും. അതായത് TSHലും വേരിയേഷൻസ് കാണിക്കും. അതിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ സിങ്ക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൂടെ ഉൾപ്പെടുത്തണം. അതിപ്പോൾ ചെറിയ മത്സ്യങ്ങളിലാണെങ്കിലും ഈ മീറ്റിൻ്റെ ഒക്കെ ലിവറൊക്കെ ആണെങ്കിലും ഒക്കെ കഴിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ തൈറോയ്ഡ് പേഷ്യൻസിൻ്റെ ഒരു മെയിൻ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ
വെയിറ്റ് കൂടും. ഈ ഹൈപ്പോതൈറോയിഡിസം കേസിൽ വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കും. വെയിറ്റ് കൂടുകയാണല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഒരിക്കലും നിങ്ങൾ വെയിറ്റ് നിങ്ങളത് കുറയില്ല. അതിന് പകരം വീണ്ടും നിങ്ങളുടെ മെറ്റബോളിസം കുറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വെയിറ്റ് കൂടുക ചെയ്യുക. കാരണം ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു ഡീഐഡനൈസ് എന്ന് പറഞ്ഞ എൻസൈം ബ്ലോക്ക് ആവുക ചെയ്യുക. ഇത് ബ്ലോക്ക് ആവുന്ന സമയത്ത് T3 കുറയുകയാണ് ചെയ്യുന്നത്. T3 കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെറ്റബോളിസം കുറഞ്ഞിട്ട് വെയിറ്റ് വീണ്ടും വീണ്ടും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ന്യൂട്രിയൻസ് ഉള്ള ഫുഡ് കഴിക്കണം. കാരണം തൈറോയ്ഡ് പേഷ്യൻസിന് കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങളുണ്ട്, അത് അവർ ഒഴിവാക്കുക തന്നെ വേണം. ഈ ക്രോസിഫറസ് ഫാമിലിയിൽ പെടുന്ന വെജിറ്റബിൾസൊക്കെ നമ്മൾ കുക്ക് ചെയ്യാതെ കഴിക്കുന്നുണ്ടെങ്കിൽ ആ തൈറോയ്ഡ് പേഷ്യൻസിന് അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അത് അവർ ഒഴിവാക്കണം. കഫീൻ കൂടുതലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, ഈ കോഫി ചായ അമിതമായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിലും അത് പ്രശ്നം ഉണ്ടാക്കും. അതിപ്പം കോഫി ആണെങ്കിലും ഒട്ടും തന്നെ എടുക്കേണ്ട, ചായ ആണെങ്കിലും മാക്സിമം 1-2 അവർക്ക് എടുക്കാം. അത് പൊടിയൊക്കെ കുറച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. പിന്നെ വിറ്റാമിൻ ഡി ടാബ്ലറ്റ്സും നമ്മൾ കൂടുതലായിട്ട് ടാബ്ലറ്റ് ഫോമിലൊന്നും കഴിക്കേണ്ട ആവശ്യകതയില്ല. അത് നമുക്ക് ഭക്ഷണത്തിലൂടെ നിങ്ങൾ മാക്സിമം വൈറ്റമിൻ ഡി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വിറ്റാമിൻ ഡി വേണം, ഈ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനായിട്ട് വേണം. പക്ഷെ നമ്മളത് സപ്ലിമെൻറ്റ് ഫോമിൽ എടുക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂട്ടൻ ചില ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ ഗ്ലൂട്ടൻ കൂടുതലായിട്ടും വരുന്നത് എല്ലാവർക്കും അറിയാം ഗോതമ്പിലൊക്കെയാണ്. അപ്പം ഗോതമ്പൊക്കെ അലർജി ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കാം. അതും ഇവരുടെ ബോഡിയിൽ ഡൈജഷൻ പ്രോപ്പർ ആക്കിയെന്ന് വരില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ പല ബുദ്ധിമുട്ടുകൾ കാണിക്കും. അതുപോലെ തന്നെ ഈ തൈറോയ്ഡ് പേഷ്യൻസുകൾ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നാണ് ഈ T3 ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കുന്നത്. T3 T4 ഹോർമോൺസിൻ്റെ സഹായത്തോടു കൂടിയാണ് ബൈലിൻ്റെ പ്രൊഡക്ഷൻ, പിത്തരസം ഉണ്ടാക്കുന്നത്. പിത്തരസം ഉണ്ടായാൽ മാത്രമേ ഡൈജഷൻ പ്രോപ്പറായിട്ട്, ദഹനം പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന അസുഖം കാരണം കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ തൈറോയ്ഡ് രോഗികൾക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗ്യാസ്ട്രിൻ എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ശരീരത്തിനകത്ത് HCl ഉണ്ടാകുന്നത്. അതിനും T3 ഹോർമോൺസിൻ്റെയൊക്കെ സഹായം അത്യാവശ്യമാണ്. അപ്പോൾ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ HCl കുറയുകയും ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ തൈറോയ്ഡ് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ആയിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഭക്ഷണമായിരിക്കും. നമുക്ക് വാരി വലിച്ച് കഴിക്കാമെന്നല്ല. അപ്പോൾ ചോറ് കഴിക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ഹൈപ്പോതൈറോയിഡ്സ് ആവുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവളിൽ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതെല്ലാം തന്നെ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട ഫുഡുകൾ കഴിച്ച് ഒമേഗ-3 റിച്ച് ആയിട്ടുള്ളത് അവർ നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പോൾ ചെറു മത്സ്യങ്ങളൊക്കെ അവർ നന്നായിട്ട് കഴിക്കുക, സീഡുകൾ അവർ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ കൂടുതലായിട്ടും അവർ എക്സസൈസ് ചെയ്യണം. കാരണം വെയിറ്റ് ഗെയിൻ ആയിരിക്കുന്ന സമയത്ത് ഓൾറെഡി ഉള്ള ഫാറ്റിൻ്റെ മെറ്റബോളിസമോ കാര്യങ്ങളും നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫാറ്റ് ബേൺ ആവണമെങ്കിൽ അവർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിരിക്കണം. എല്ലാ ദിവസവും അവർക്ക് ആവുന്ന രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളും. തൈറോയ്ഡ് പേഷ്യൻസിന് തന്നെ ഒരുപാട് ഇഷ്യൂസാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്യാസിൻ്റെ, ദഹനക്കുറവ്, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, മുടികൊഴിച്ചിലുണ്ടാവുന്നു, സ്ത്രീകളൊക്കെ ആവുന്ന സമയത്ത് പീരിയഡ്സിലൊക്കെ ഇറഗുലറിറ്റീസ് വരുന്നു. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളാണ് തൈറോയ്ഡ് പേഷ്യൻസിൽ കണ്ടുവരുന്നത്. അപ്പം മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? തൈറോയ്ഡ് ഹോർമോൺസിനെ നോർമലാക്കുക. ഇത് നോർമലാവുന്ന സമയത്ത് അവർക്ക് വരുന്ന പ്രോട്ടീൻ ഇൻടോളറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തൈറോയ്ഡ് മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കാൻ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളും അതെടുക്കേണ്ട ക്വാണ്ടിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കിത് നോർമലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ തൈറോയ്ഡ് പേഷ്യൻസ് വെറുതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, വെറുതെ എന്തെങ്കിലും ഒരു ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശം പാടില്ല. അപ്പോൾ അവർ ഷുഗർ കണ്ടൻറ്റൊക്കെ മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത്. കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിലും അമിതമായിട്ട് എടുക്കേണ്ട. ഓൾറെഡി വെയിറ്റുള്ള ആളുകളാണെങ്കിൽ അമിതമായിട്ട് കഴിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. തൈറോയ്ഡ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് അമിതമായിട്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്തിട്ടും എത്ര ഓയിൽ ഇട്ടിട്ടും ഒന്നും യാതൊരു ഫലവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം തൈറോയ്ഡ് നോർമൽ ആവാതെ ഇതിലൊന്നും ഒരു ചേഞ്ചസ് വരില്ല. അപ്പോൾ നിങ്ങളൊരു 1 മന്ത് കറക്റ്റായിട്ട് ഡോക്ടർ പറയുന്ന പോലെ മെഡിസിൻ എടുത്തു, ഡയറ്റ് എടുത്തിട്ട് പിന്നെ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കത് അതുപോലെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം കെയർഫുള്ളായിട്ട് നിങ്ങളുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് തൈറോയ്ഡ് രോഗം എന്ന് പറയുന്നത്. അപ്പോൾ തൈറോയ്ഡ് രോഗികളുടെ കേസിലൊക്കെ ആണെങ്കിൽ സോയാബീനൊക്കെ അമിതമായിട്ട് കഴിക്കേണ്ട ആവശ്യകതയില്ല. മത്സ്യങ്ങളൊക്കെയാണ് അവർ ധാരാളം ഉൾപ്പെടുത്തേണ്ടത്. കടൽ മത്സ്യവും അതുപോലെ പുഴ മത്സ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക. അതുപോലെ തന്നെ നിലക്കടല നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കേണ്ട. നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണത്തിൽ നമുക്ക് എല്ലാ ദിവസവും കുറച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നട്ട്സൊക്കെ ആണെങ്കിലും ബദാമും വാൾനട്ട് ഇതൊക്കെ നിങ്ങളുടെ ബ്രസീൽ നട്ടൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ചീര, മുരിങ്ങയുടെ ഇല, അങ്ങനെയുള്ള ഇലക്കറികളൊക്കെ
എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ ഉൾപ്പെടുത്തേണ്ടതൊക്കെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ തൈറോയ്ഡ് രോഗം മൂലം ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ തൈറോയ്ഡ് കുറേ വർഷങ്ങളായിട്ട് നോർമൽ ആവാത്ത ആളുകൾ, തൈറോയ്ഡ് കാരണം വെയിറ്റ് കൂടി വരുന്ന ആളുകളൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കാം. അപ്പം ഇവർക്കൊക്കെ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്ക് വീണ്ടും കാണാം. നന്ദി.